മഹാനായ ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു അവരുടെ ദർസിൽ 300 മുതഅല്ലിമീങ്ങളുണ്ട്. അത് 50 മുതഅല്ലിമീങ്ങളല്ല, 200 മുതഅല്ലിമീങ്ങളല്ല. ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു ദർസിൽ 300 മുതഅല്ലിമീങ്ങളുണ്ട്. എല്ലാ മുതഅല്ലിമീങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ഒരേ ഒരു വ്യക്തിയാണ്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവാണ്. എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ഒരു നേരമല്ല, എല്ലാ നേരവും ഭക്ഷണം കൊടുത്ത് ഒരേ ഒരു മുതലാളിയാണ്, ഒരു സമ്പന്നനാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ദർസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ ഏതോ ഒരു മുതഅല്ലിം എന്തൊരു വലിയ വിഷയം വന്നപ്പോൾ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്ന നാട്ടിൽ മറ്റൊരു മുതലാളിയുണ്ട്. ആ മുതലാളിയെ സമീപിച്ചുകൊണ്ട് ഈ മുതഅല്ലിം കാര്യം പറഞ്ഞു. കാരണം എല്ലാ വിഷയം അബ്ദുല്ലാഹി മുബാറക് തങ്ങളോടാണ് പറയാറുള്ളത്. ഇനി ഇതും പറഞ്ഞിട്ട് ഭാരമാക്കണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സമ്പന്നനെ സമീപിച്ചുകൊണ്ട് ആവശ്യം നിറവേറ്റി. ഇത് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു മുദർരിസിന്റെ റൂമിലേക്ക് ചെന്നു. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു റൂമിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ലൗലാ അൻത വസ്ഹാബുക മത്തദർതു. ഉസ്താദിനോട് പറഞ്ഞു, എനിക്കും എന്റെ വീട്ടുകാർക്കും എന്റെ കുട്ടികൾക്കും ഭക്ഷണം തിന്നാനും അതെ ജീവിക്കാനും അതിനപ്പുറവുമുള്ള സമ്പത്ത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കച്ചവടം നടത്തുന്നത്, ബിസിനസ് നടത്തുന്നത് നിങ്ങളുടെ ദർസ് നിലനിർത്താനാണ്. ഇവിടെ ദർസില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇനി ബിസിനസ്സിൽ പോവുകയില്ലായിരുന്നു, ഗൾഫിലേക്ക് പോവുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു സമ്മതിച്ചു. എന്ത് സംഭവിച്ചു സഹോദരന്മാരെ? മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു അദാ വഫാത്താകുന്ന സമയം വനവറ ഇലസ്സമാഇ വളഹിക, പുഞ്ചിരിച്ചുകൊണ്ട് ആകാശത്തേക്ക് കണ്ണുയർത്തി, വഖാൽ ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ഇതുപോലെയുള്ള മരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്ന അർത്ഥം വരുന്ന ആശയം വരുന്ന പരിശുദ്ധ ഖുർആനിൽ ആയത്തോതി കരിമ ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞു. ഭക്ഷണം കൊടുക്കുക എന്ന് വലിയ പവറാണ്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഏറ്റവും വലിയ കാര്യം എന്താണ്? അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, ഇസ്ലാമിലെ ഏറ്റവും ഖൈറായ കാര്യം ഏതാണ്? അപ്പോഴാണ് മറുപടി കിട്ടിയത്, ഭക്ഷണം കൊടുക്കലാണ്. അപ്പൊ ഭക്ഷണം കൊടുക്കുന്ന വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ സംഭവം പറഞ്ഞ് എന്നെ സംസാരം നിർത്തുകയാണ്. നമ്മൾ മുതഅല്ലിമീങ്ങൾ ഭക്ഷണം കൊടുത്താൽ അവർ ഭക്ഷണം കഴിച്ച് അവർ പഠിച്ച് മുദരിസായാൽ അവർ ദർസ് നടത്തുന്ന സമയത്ത്, ഖതീബായി സേവനം ചെയ്യുന്ന സമയത്ത്, എല്ലാ ഖിദ്മ ചെയ്യുന്ന സമയത്തും അതിന്റെ ഒരു അംശം നമ്മിലേക്ക് വരുന്നു, നമ്മുടെ ഖബറിലേക്ക് വരുന്നു. അങ്ങനെയല്ല, ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരൊക്കെ ഇരു സമസ്തയിലുള്ള പണ്ഡിതന്മാരൊക്കെ പള്ളി ദർസിലെ സംഭാവനകളാണ്. പള്ളി ദർസിൽ ഓതിയവരാണ്. അപ്പൊ അതിന്റെയൊക്കെ പ്രതിഫലം നമ്മുടെ കോടൂരിലും തന്നെ, അതുപോലെ പൊന്മളയിലും പരിസരങ്ങൾക്ക് വലിയ ദർസ് നടത്തുന്നുണ്ട്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഇവരൊക്കെ പഠിച്ച് അങ്ങനെ പഠിച്ചവന് ചെറിയ കാര്യം, ഒരു ചെറിയ കാരണം കിട്ടിയ നീ കാരണത്താൽ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഒരു ചെറിയ കാരണം കിട്ടിയാൽ, എന്നാൽ നമ്മെ വിജയിപ്പിക്കാനും സുഖലോക സുഖത്തിൽ ഉന്നത വിജയം കിട്ടാനും ഉന്നത പദവി കിട്ടാനും അത് കാരണമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെ നമ്മളെ വീട്ടിൽ ചെലവിന് വന്ന അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ഇവിടെ മുതഅല്ലിം ദർസൊക്കെ നല്ല ഉഷാറായി നടക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് പഠിച്ച കുട്ടികൾ പിന്നെ വേറെ സ്ഥലത്ത് നാട്ടിൽ ദർസ് നടത്തുമ്പോൾ അങ്ങനെ കാണും, നമുക്ക് വല്ല സന്തോഷിക്കാം. നമ്മൾ സ്വന്തം മക്കൾ ചിലപ്പോൾ എവിടെയെങ്കിലും ദർസ് നടക്കുന്നതോ ഖതീബായി സേവനം ദീനി ഖിദ്മ ചെയ്യുന്നതോ നമുക്ക് ഭയങ്കര സന്തോഷം. മഹാനായ റബീഅത്തുർ റഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെറിയ സംഭവം പറഞ്ഞ സംസാരം നിർത്തുന്നു. ഫറൂഖ് എന്ന ഒരു മഹാൻ ഒരിക്കൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ വലിയ യാത്ര പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു ഞാൻ വലിയൊരു യാത്രക്ക് പോകും, എനിക്ക് വിശേഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഭാര്യക്ക് വിശേഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒരു 30,000 ദീനാർ
തന്റെ ഭാര്യയുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു പ്രസവമൊക്കെ വരുമല്ലോ. അപ്പൊ അതിന്റെ കാര്യവും അതിനുശേഷമുള്ള കാര്യമൊക്കെ നീ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. 30,000 ദീനാർ കൊടുത്തിട്ട് മഹാനായ ഫറൂഖ് റളിയല്ലാഹു അൻഹു വലിയൊരു യാത്ര പോയി. അങ്ങനെ യാത്ര കഴിഞ്ഞു. 1 വർഷമല്ല 2 വർഷമല്ല 27 വർഷം കഴിഞ്ഞിട്ടാണ് ഫറൂഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. 27 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പരിസരമൊക്കെ മാറിയിട്ടുണ്ട്, വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വീട് പഴയ വീട് തന്നെയാണ്. വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടിയപ്പോൾ ആ വീടിന്റെ ഉള്ളിലുള്ള ചെറുപ്പക്കാരൻ വാതിൽ തുറന്നു നോക്കിയപ്പോ ഈ ചെറുപ്പക്കാരന് പരിചയമില്ലാത്ത വ്യക്തിയാണ് വാതിൽക്കൽ നിൽക്കുന്നത്. തലയിൽ കെട്ടുന്നല്ല തലപ്പാവുമുള്ള വ്യക്തിയാണ്, വയസ്സായ മനുഷ്യനാണ് വാതിൽ നിൽക്കുന്നത്. വാതിൽ തുറന്ന ഉടനെ വീട്ടിലേക്ക് തള്ളിക്കയറാൻ വേണ്ടി ഫറൂഖ് റളിയല്ലാഹു അൻഹു ശ്രമിച്ചു. പക്ഷേ ഉള്ളിലുള്ള ചെറുപ്പക്കാരൻ തടഞ്ഞു വെച്ചു. ഏതെങ്കിലും ആള് വന്നിട്ട് വീട്ടിലേക്ക് തള്ളിക്കയറിയാൽ നമ്മൾ സമ്മതിക്കുകയില്ലല്ലോ. ചെറുപ്പക്കാരനവിടെ തടഞ്ഞു വെച്ചപ്പോ ഫറൂഖ് പറഞ്ഞു, എന്റെ വീടാണിത്, ഞാൻ എന്റെ വീട്ടിലേക്കാണ് കടന്നു വരുന്നത്. എന്റെ വീട്ടിന്റെ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളെ വീടാണ്. ഈ ചെറുപ്പക്കാരൻ വിട്ടില്ല. ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്റെ വീടാണ്. ഫറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് എന്റെ വീടാണ്, ഞാൻ പണി കഴിപ്പിച്ച വീടാണ്. ചെറുപ്പക്കാരൻ വിട്ടില്ല. 27 കൊല്ലം മുമ്പ് പോയതാണ്. 27 കൊല്ലം കഴിഞ്ഞ് പോയപ്പോ സംഗതി പ്രശ്നമായി. അങ്ങാടിയിലുള്ള ആളുകളൊക്കെ ഓടി വന്നു. മദീനത്താണ് സംഭവം നടക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ മെല്ലൊന്ന് വന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 27 കൊല്ലം മുമ്പ് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഭർത്താവാണ്. പക്ഷേ ഇവിടെയുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ മകനാണ്. യാത്ര കഴിഞ്ഞതിന് ശേഷം പ്രസവിക്കപ്പെട്ട മകനാണ്. ഈ മകൻ അറിയില്ല, ഉപ്പയെ അറിയില്ല. ഈ മകനെ കണ്ടപ്പോൾ ഉപ്പക്കും അറിയില്ല മകനാണെന്ന്. അപ്പോ ഭാര്യ പറഞ്ഞു ഒച്ചപ്പാടുണ്ടാക്കണ്ട മോനെ, അതെന്റെ വാപ്പയാണ്. മോനോട് പറഞ്ഞു എന്റെ വാപ്പയാണ്. വാപ്പനോട് പറഞ്ഞു മോനാണ്. ഇത് പറഞ്ഞപ്പോ അവർക്ക് വലിയ സന്തോഷമായി, കെട്ടിപ്പിടിക്കലായി. അങ്ങനെ മോനതൊക്കെ കഴിഞ്ഞതിന് ശേഷം മദീനത്തെ പള്ളിയിലേക്ക് പോയി. കാരണം മദീനടുത്ത് ഖിദ്മയാണ് ഈ മകൻ മഹാനായ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ വന്ന ഉടനെ ഭാര്യയോട് സംസാരിച്ചതിന് ശേഷം ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പോണ സമയത്ത് ഒരു 30,000 ദീനാർ എന്തിനല്ല, അതൊക്കെ എന്ത് ചെയ്തു? ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പൈസ അയച്ചാൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതെന്ത് ചെയ്തു? അത് അങ്ങനെ കണക്ക് ചോദിക്കുമല്ലോ. ഇതേപോലെ 30,000 ദീനാറിനെ കുറിച്ച് അന്വേഷിച്ചു. ആ സമയത്ത് ഭാര്യ പറഞ്ഞു 30,000 ദീനാർ 27 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോഴാണ് ചോദിക്കുന്നത്. സാധാരണ യാത്ര കഴിഞ്ഞാൽ അതിന് അതബുണ്ട്. യാത്ര കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരാൻ പാടില്ല. സാധാരണ ഇവിടുത്തെ പള്ളിയിലേക്കാണ് രാവിലെയാണ് വരേണ്ടത്, രാത്രി വരാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രാത്രിയിലൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ കടക്കാതെ എന്ത് പരിസരത്ത് താമസിച്ചിട്ട് രാവിലെ എന്റെ സമയത്ത് വരാൻ നേരെ പള്ളിയിൽ നമസ്കരിച്ച് വീട്ടിൽ കയറാനോ. അത് നല്ലൊരു ലക്ഷണമാണ്. അപ്പൊ നേരെ വീട്ടിൽ വരാതെ പള്ളിക്കാണ് പോവേണ്ടത്. നിസ്കരിച്ചൊക്കെ നമുക്ക് അതിനെ കാണാൻ അതിനൊക്കെ വരവും ചെലവൊക്കെ നമുക്ക് പറയാറ്. അങ്ങനെ ഫറൂഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ചെന്നു. കുളിച്ചു വൃത്തിയായ അംഗശുദ്ധീകരണം വരുത്തി പള്ളിയുടെ ചെരുവിലേക്ക് ചെന്നപ്പോ അവിടെ വലിയൊരു ദർസ് കാണുന്നുണ്ട്. ചെറിയതല്ല, നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ദർസാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഇമാം ശാഫി റളിയല്ലാഹു അൻഹു, ഉന്നതനായ മാലിക് റളിയല്ലാഹു അൻഹു അടക്കം പഠിക്കുന്ന ദർസാണ്. അവരൊക്കെ പഠിക്കുന്ന ദർസാണ്. മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യനാണ്. അവിടെ പഠിക്കുന്ന കുട്ടിയാണ്. മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന ദർസിന്റെ അടുത്തേക്ക് ഫറൂഖ് റളിയല്ലാഹു അൻഹു ചെന്നു നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, എന്തൊരു സൗന്ദര്യമാണ്, അത്ഭുതമാണ്. നേരത്തെ ഞാനുമായി കച്ചറ കൂടിയ ബഹളമുണ്ടാക്കിയ ശബ്ദമുണ്ടാക്കിയ എന്റെ മകനാണല്ലോ മുദർരിസ്. 27 കൊല്ലം മുമ്പ് കുട്ടിയില്ല. ആ സമയത്ത് പിന്നുണ്ടായി അവിടുത്തെ മദീനത്തെ മുദർരിസാണ്. ശിഷ്യന്മാര് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ.
എന്തൊരു സന്തോഷമായിരിക്കും. മഹാനായ ഫറൂഖ് റളിയല്ലാഹു അൻഹു ദർസിൽ അല്പം ഇരുന്നിട്ട് തന്റെ സ്വന്തം വീട്ടിലേക്ക് ചെന്നു. ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും അവിടുത്തെ ദർസിൽ നിങ്ങൾ പങ്കെടുത്തോ? അപ്പോ സമയത്ത് ഭാര്യ ചോദിക്കാൻ 30,000 ദീനാറിനെ കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ? പാപ്പ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നീ കുട്ടിയെ വളർത്താനാണ്, കുട്ടിയെ നല്ലപോലെ പഠിപ്പിക്കാനാണ് ഞാൻ 30,000 ദീനാർ ഏൽപ്പിച്ചതെങ്കിൽ അത് 100% നീ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് മഹാനായ ഫറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നാം ഭക്ഷണം കൊടുത്ത കാരണത്താൽ നാം വളർത്തിയ മുതഅല്ലിമീങ്ങൾ പിന്നീട് മുദർരിസായിട്ടും ഖതീബായിട്ടും വ്യത്യസ്ത നാടുകളിൽ സേവനം ചെയ്യുന്ന സമയത്ത് അതിന്റെ എത്ര വലിയ സന്തോഷമായിരിക്കും. മാത്രമല്ല മരണപ്പെട്ട് കഴിഞ്ഞാൽ, മരണപ്പെട്ടാൽ പിന്നെ നിസ്കരിക്കാൻ കഴിയില്ല. നമ്മുടെ നന്മയും തിന്മയും എഴുതി വെക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട റഖീബ് അതീദ് അലൈഹിമുസ്സലാത്തു വസ്സലാം ആ ബുക്കൊക്കെ സംഗതി പൂട്ടിയിട്ട് ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ ഒരു നന്മ നിസ്കരിച്ച നന്മ ചേർക്കാനുണ്ടാവില്ല, തിന്മയും ചേർക്കാനുണ്ടാവില്ല. പക്ഷേ പിന്നെയും ഖബറിലെത്തിയതിനു ശേഷം നമ്മുടെ ഖബറിലേക്ക് വരുമാനം വരണമെങ്കിൽ ഒന്നിരിക്കൽ നമ്മുടെ മക്കളെ ഇതുപോലെ സ്ഥാപനങ്ങളിൽ ഇവിടെയുള്ള നമ്മുടെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ വിദേശ മറ്റുള്ള നാടുകളിലേക്കുള്ള ഒരുപാട് ഭൗതികവും മറ്റ് രണ്ടും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന ദീനി സ്ഥാപനങ്ങളുണ്ട്. പള്ളി ദർസിൽ അവിടെയൊക്കെ നമ്മുടെ മുതഅല്ലിമീങ്ങളെ കൊണ്ടാക്കാം. ഇപ്പൊ +1 +2 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയമാണ് ദർസിൽ കൊണ്ടാക്കാം. നല്ല സ്ഥാപനങ്ങൾ പള്ളി ദർസുകൾ നമ്മുടെ പരിസരത്തും അല്ലാത്തവർക്കൊക്കെ ഉണ്ട്. ഇനി അവിടെ ഇതൊന്നും പോണില്ല, കുട്ടികൾക്ക് ചിലപ്പോൾ പോകാൻ മടിയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ പള്ളികളിൽ കോടൂര് വരിക്കോട് പള്ളിയിലും തേമ്പറമ്പ് പള്ളിയിലും പൊന്മള പള്ളിയിലും നമ്മുടെ ഈ പള്ളിയിലും ഒക്കെ ദർസുണ്ട്. അപ്പൊ ഇശാമഗ്രിബിന്റെ ഇടയിലൊക്കെ നമ്മുടെ വന്നാല് ഇശാമഗ്രിബിന്റെ ഇടയിൽ ജമാഅത്തിൽ പങ്കെടുക്കലായി, ഹദ്ദാദിൽ പങ്കെടുക്കാൻ കുട്ടികളെ കൂടെ ഒന്ന് ഇരുന്നാൽ തന്നെ കുറെയൊക്കെ ഇങ്ങനെ നല്ലൊരു സുഹബത്ത് കിട്ടിയാൽ തന്നെ നമ്മളെ കുട്ടികൾ നന്നാവും. അതേപോലെ സുബ്ഹിക്ക് ശേഷം ചിലപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ രാത്രി വരാൻ കഴിയില്ല, ഹോം വർക്കുകളായിരിക്കും, വർക്കുകൾ ഉണ്ടാവും. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ സുബ്ഹിക്ക് ജമാഅത്തിനൊക്കെ വന്നാലും ഒരു ഹദീസിന്റെ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കർമ്മശാസ്ത്ര ഒരു ക്ലാസ്സിലോ 1 മണിക്കൂർ ഇവിടെ ചെലവാക്കിയാൽ അതും കഴിഞ്ഞ് ദുആ നിസ്കരിച്ച് കുട്ടികൾ പോവുകയാണെങ്കിൽ ഇത് വലിയൊരു ബർക്കത്തായിരിക്കും. അത് പരീക്ഷയിൽ മാർക്കൊന്നും കുറയില്ല. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പാരത്രിക ലോകത്ത് നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന സമയം വരാനുണ്ട് എന്ന് നാം ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ.